നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF വിജയം നേടുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളം കാത്തിരുന്ന ഉപതെരഞ്ഞെടുപ്പാണിത്. LDF താഴെത്തട്ടിൽ മുതൽ സജ്ജമാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അൻവർ UDFന് വേണ്ടി LDFനെ ഒറ്റുകൊടുത്തു. അൻവറിന്റെ യാത്ര UDFന് വേണ്ടിയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. അൻവർ UDFന് വേണ്ടി നെറികെട്ട പണി എടുത്തുവെന്നും യൂദാസിന്റെ പണിയാണ് അൻവർ ചെയ്തതെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. എന്നാൽ LDF ഇതിനെയൊക്കെ അതിജീവിക്കും, വൻ വിജയം നേടും, സർക്കാരിന്റെ മൂന്നാം ടീമിലേക്കുള്ള യാത്രയ്ക്ക് ബലം നൽകുന്ന വിജയം നേടും. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലല്ല സർക്കാരിന്റെ വിലയിരുത്തൽ. സർക്കാരിന്റെ പ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. പ്രമുഖ സ്ഥാനാർത്ഥിയെ തന്നെ നിലമ്പൂരിൽ മത്സരിപ്പിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സ്ഥാനാർത്ഥിക്കില്ലാത്ത പ്രശ്നം ഒന്നും LDFനില്ല. 7 ദിവസം കൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. UDFന് മുന്നിൽ ഒരുപാട് കീറാമുട്ടികളുണ്ട്. നിലമ്പൂരിൽ എല്ലാ വർഗീയ കക്ഷികളെയും UDF കൂട്ടുപിടിക്കും. ഹിന്ദു മുസ്ലിം വർഗീയ കക്ഷികൾക്കൊപ്പം ക്രിസ്ത്യൻ സമുദായത്തിലെ കാസയും ഉണ്ടെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ ഈ വിഷയത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA പറയുന്നത് നിലമ്പൂരിൽ UDF സുശക്തവും സുസജ്ജവും എന്നാണ്. UDF നല്ല പ്രകടനം കാഴ്ചവെക്കും, സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കും, നല്ല സ്ഥാനാർത്ഥികൾ നിരവധിയുണ്ട്, അൻവർ എഫക്റ്റ് നന്നായി ഉണ്ടാവും. അൻവർ ഉയർത്തിയ കാര്യങ്ങൾക്ക് CPMന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടുള്ള അഴിമതി ചൂണ്ടിക്കാണിച്ചപ്പോൾ മറുപടിയില്ല. വിജയ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ ഉണ്ടാകും. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കുള്ള മറുപടിയാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. എത്രയും പെട്ടെന്ന് UDF സ്ഥാനാർത്ഥി ഉണ്ടാകും. കേരളത്തിൽ എല്ലായിടത്തും KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഉണ്ടാവും. സുധാകരന് ഒരു അതൃപ്തിയുമില്ല. കോൺഗ്രസിനും UDFനുമായിരിക്കും വിജയം. വൻപിച്ച ഭൂരിപക്ഷ വിജയത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കും. ജോയ്സ് വിക്ടറി എന്നത് പല അർത്ഥങ്ങളുള്ള പേരല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് സണ്ണി ജോസഫ്. ആര്യാടൻ ഷൗക്കത്ത് പ്രമുഖനായ നേതാവ് തന്നെ, സംശയമില്ല. പാലക്കാട്ട് നിന്നും തൃക്കാക്കരയിൽ നിന്നും LDF പാഠം പഠിക്കണം. LDFന് സ്ഥാനാർത്ഥി ക്ഷാമം, UDFന് അതില്ല. ദേശീയപാതയിലെ പ്രശ്നങ്ങളും ജനങ്ങൾ വിലയിരുത്തും. ദേശീയപാത തകർന്നത് പലയിടങ്ങളിലാണ്. ഇതിൽ വലിയ അഴിമതിയുമുണ്ട്. 2 സർക്കാരുകളും ഇതിൽ നിന്നും മാറി നിന്നിട്ട് കാര്യമില്ല. അൻവർ UDFന് സ്വീകാര്യൻ. UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നും അൻവർ പറഞ്ഞിട്ടുണ്ടെന്നും നല്ല ആത്മവിശ്വാസത്തിലാണ് UDF എന്നും തന്റെ സജീവ സാന്നിധ്യം നിലമ്പൂരിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്നും സണ്ണി ജോസഫ് MLA പറഞ്ഞു.